കഴിഞ്ഞ ദിവസം ഞാൻ കിടന്നത് എവിടെയാണ്? ഹലോ ഫ്രണ്ട്സ്, ചൈനമ്മാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. രാവിലെ എണീറ്റു, പല്ലേച്ചു, ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. ഞാനൊരു കാര്യം കാണിച്ചു. ഇവിടെ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ജ്യൂസ് ഉണ്ടാക്കുവാണ്. ഇത് ആപ്പോ എന്ന് പറഞ്ഞാൽ എന്തോ വെജിറ്റബിൾ, ഇത് നൊപ്പാലേസ് എന്ന് പറയുമ്പോൾ ഇവരുടെ മുൾച്ചെടി ഉണ്ടല്ലോ, മുൾച്ചെടി, പരന്ന മുൾച്ചെടിയാണ്. അത് വെച്ചിട്ട് ഇവിടെ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇതിനെ ഇവർ ഗ്രീൻ ജ്യൂസ് എന്നാണ് പറയുന്നത്. ഇവിടെ തന്നെ ബ്ലെൻഡറിൽ ഇവിടെ അതിൽ കുക്കുംബറും കുറച്ച് സ്പിനാച്ചും എല്ലാം ഇടും കേട്ടോ. ഇതാണ് ഇവരുടെ ഗ്രീൻ ജ്യൂസ്. നോക്കിക്കേ, ഇവിടുത്തെ പഴം, നമ്മുടെ കുഞ്ഞ് രസകദളി പഴമില്ലേ, അതെനിക്കിവിടെ കാണാൻ സാധിച്ചു. പിന്നെ പൈനാപ്പിൾ വളരെ കോമൺ ആയിട്ടുള്ളൊരു സാധനം ഇവിടെ എന്തൊക്കെ ഉണ്ടാക്കുവാണ്. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. പഴുത്തില്ലല്ലോ. സെയിം അവർ ബനാന, കുറച്ച് വ്യത്യാസമുണ്ട്. അടിപൊളിയാട്ടോ. ഇവിടെ ഇത്രയും ജ്യൂസാണ് അവരടിക്കുന്നത്. ഈ ജ്യൂസിലിട്ട വെള്ളം നോക്കിക്കേ, ഇവര് വെള്ളമാണ് കേട്ടോ കൂടുതൽ ആഡ് ചെയ്യുന്നത് ജ്യൂസിൽ. നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ടേബിളിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ഫ്രൂട്ട്സ്, പിന്നെ ഇവരുടെ ബീൻസ്, മുട്ട, ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഗുഡ് മോർണിംഗ്, ബുenos días. ഇങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഹിച്ചൈക്കൊക്കെ ചെയ്ത് വന്നില്ലേ, ഹിച്ചൈക്കൊക്കെ ചെയ്ത് വന്നപ്പം പല ആൾക്കാർ നിർത്താത്തതിന് കാരണം ഞാൻ ലോക്കലിനെ പോലെയാണ് കേട്ടോ. മെക്സിക്കോയിൽ ഞാൻ ആക്ച്വലി ലോക്കലായിട്ട് ബ്ലെൻഡ് ചെയ്യും. ഇനി വീണ്ടും കുറച്ച് സൗത്തിലോട്ട് പോവുകയാണെങ്കിൽ ഞാൻ അവിടുത്തെ ആളാണെന്ന് ഇവരെ ആൾക്കാർ വിചാരിക്കും കേട്ടോ. ഇവള് പോയാൽ അവിടുത്തെ ആളുകൾ ചിലപ്പോൾ ഫോറിനർ ആണെന്ന് വിളിക്കും. അതായത് ലോക്കലായിട്ടുള്ള ഒരാളെ ഫോറിനറായിട്ടും വിദേശിയായിട്ടുള്ള എന്നെ ലോക്കലായിട്ടും തോന്നുന്ന പരിപാടിയാണ് കേട്ടോ. അതുകൊണ്ട് കാരണം പുള്ളിക്കാരി വെളുത്ത നിറം, ആ ഒരു മിശ്രിത ഇതല്ലേ. താഴോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്ന കൂടുതൽ ബ്രൗൺ ആയിട്ടുള്ള ആളുകൾ, പിന്നെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കണ്ണുകൾ, അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പം ഞാൻ ചിലപ്പോൾ അവരുടെ ഇതിൽ ലോക്കലായിട്ട് നിൽക്കും. അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ കസരീജ വന്നു. ഇവിടെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട്. കസരീജ എന്ന് പറയുമ്പോൾ ചീസ് വെച്ചിട്ട് തർത്തീജയല്ലേ, തർത്തീജ വെച്ചിട്ട് അവർ ഓവൻ്റെ അകത്ത് വയ്ക്കും, ചൂടാക്കും, കുറച്ച് ക്രഞ്ചി ആവും. ഇത്ര തന്നെയാണ് ചീസും ഇതും. ഇതാണ് കസരീജ. അപ്പോൾ രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി. Where are we going? To the center. To the center. To visit some market. Center of what? Center of Tehuacán. Tehuacán, yes. Center of Tehuacán. നമ്മൾ തെഹുവാക്കാന എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. തെഹുവാക്കാനയിലോട്ടാണ് നമ്മൾ പോകുന്നത്. So are you planning to take your mom to Kerala next time? Sí. Sí? Yes? Ya la convenciste. You convinced her. ഞാൻ ഇന്നലെ ഇരുന്ന് അമ്മയുടെ അടുത്ത് കൺവിൻസ് ചെയ്തു. ആർക്കല്ലെങ്കിൽ ഇന്ത്യയിലൊന്നും വരാനുള്ള പ്ലാനില്ലായിരുന്നു. ഇവരുടെ ആൻറ്റി ഇന്ത്യയിൽ പോയി, ഡൽഹിയിൽ പോയിട്ട് വെറുത്ത് വന്നു. അതുകൊണ്ട് ഇനി ഇന്ത്യ എന്ന് പറയുന്നത് ഇത് ഇവരുടെ കുടുംബത്തിലെ ആരും പോവില്ല. അങ്ങനെ ലാസ്റ്റ് ഞാൻ ഇന്നലെ ഇരുന്ന് കൺവിൻസ് ചെയ്തു ഇനി കേരളത്തിൽ വരും. അപ്പം നമുക്ക് ഒരു കുടുംബം കൂടെ കേരളത്തിൽ വരാനായിട്ട് ആളെ കിട്ടി. അപ്പം നമ്മളിനി സെൻട്രലിലോട്ട് നടക്കുവാണ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ നെയ്ബർഹുഡ്. നമ്മൾ നടന്ന് നമ്മളിവിടുത്തെ ഒരു മാർക്കറ്റിലോട്ട് വന്നതാണ്. ദിസ് ഈസ് എ മാർക്കറ്റ് വി ആർ ഗോയിങ്. We going to center. Yeah. Actually, it's very cheapest right here. ആക്ച്വലി നമ്മുടെ മെക്സിക്കോ സിറ്റിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ചീപ്പാണ്. ഇവിടെ നമ്മുടെ നാരങ്ങ, പപ്പായ, പീന, ഹൗ യു സേ ടൊമാറ്റോ? ഹിത്തോമാത്തി ഇവരുടെ പ്രധാന ഭക്ഷണം. മൈസ്, ഇംഗ്ലീഷ്. സെബോയ, സവാള. Aguacate. We say savala. Cebolla. Cebolla. We say savala. Hola, ¿cómo estás? ഇവിടെ നമ്മുടെ മത്സ്യം, കൊഞ്ചല്ലേ മീന്, തമറോൺ. ഓ ക്രാബ്. ഞണ്ട്, കുറേ മീനുണ്ട് കേട്ടോ. ഗ്രാസിയാസ്. ഇവിടെ ഞണ്ട്. ഇവിടെ നമ്മുടെ തയ്യൽ കട കണ്ടോ. ഇവിടെ ധാരാളം തയ്യൽ ഇൻഡസ്ട്രികളുണ്ട്. ക്ലോത്തിങ്ങിൻ്റെ ഫാബ്രിക് ഇവർ പുറത്തുനിന്ന് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് തയ്ക്കും. ഇതാണ്ട് മാംസങ്ങൾ, സോസേജുകൾ, മാംസങ്ങൾ,
പിന്നെ നല്ല ഫ്രഷ് വെജിറ്റബിൾസ് കേട്ടോ. This is the cheese that we sent to you. Like it's the cheese of Oaxaca. ഒഹാക്ക സദേൺ ഭാഗത്തുള്ള ചീസാണ്. നമ്മുടെ ചീസിന്റെ കടയാണ് കേട്ടോ. ചീസ് ഇവരുടെ പ്രധാന ഒരു ഭക്ഷണമാണ്. കൊമസാസ്. Gracias. ഇവിടെ നമ്മുടെ ചിക്കൻ കാല്, പിന്നെ കോഫി ഷോപ്പ്, ബനാന. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ പലതരത്തിലുള്ള ബനാനാസ് ഉണ്ട്. ഇത് വേറെ ടൈപ്പ് ബനാന. പിന്നെ കുഞ്ഞു പഴമുണ്ട്. ഇത് ഒരു ചെറിയൊരു മിനി മാർക്കറ്റാണ്. നമ്മളിനി വലിയ മാർക്കറ്റിലോട്ട് ഉടൻ പോവും. ഇതാണ് നമ്മുടെ കാക്ടസ്. നോ കാക്ടസ്. പിന്നെ നമ്മുടെ മറ്റേ പഴം, നമ്മുടെ ഏത്തം പഴം, വലിയ പഴം. പൈനാപ്പിളിൻ്റെ വലിപ്പം നോക്കിക്കേ. ഇത് മുറിച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിള്. ഒരു ലോങ് മാർക്കറ്റ് ഏരിയ കേട്ടോ. This is Nepal. Hola. Okay. പുള്ളിക്കാരൻ കണ്ടില്ലേ, നേപ്പാള് അതിന്റെ മുള്ള് അറുത്ത് കളയുന്ന ഇതാണ് കേട്ടോ. നമ്മുടെ മുൾച്ചെടിയാണ്. ഈ കാണുന്ന മുള്ളിനെ അവര് അറുത്തിട്ട് ഇതിൽ കുറേ മുള്ളുണ്ട് കണ്ടോ. പോർക്ക് ഈസ് വെരി ഫേമസ്. ഇവിടെ പന്നി ഇറച്ചിയാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങൾ. What is it? Make quesadillas and guaraches. Guaraches means? Guaraches is a tortilla big inside beans and cheese. ഓക്കെ. ഇത് വേറെ രീതിയിലുള്ള തർത്തീജ ഉണ്ടാക്കുന്നതാണ്. ഹലോ നമസ്കാരം. ഇവിടെ ഞാൻ ശ്രദ്ധിച്ചത് ആളുകൾ ഭയങ്കര ക്യാമറ ഫ്രണ്ട്ലിയാണ് കേട്ടോ. വീഡിയോ എടുക്കുന്നതുകൊണ്ടൊന്നും അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. എല്ലാവരും നല്ല ക്യാമറ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകൾ. നല്ല രസമുണ്ട്. എല്ലാവരും ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. പിന്നെ ഇവിടെ നമ്മുടെ പിന്നാത്തയാണ് കേട്ടോ അവിടെ തൂങ്ങിക്കിടക്കുന്നത്. ഇവർ കുട്ടികൾ കളിച്ച് അടിച്ച് അതിൻ്റെ അകത്ത് ഫുള്ള് ചോക്ലേറ്റ് നിറച്ച് വയ്ക്കും. ഇത് അടിച്ച് ഉറിയടിക്കുന്ന പോലെ പൊട്ടിച്ച് നമ്മുടെ ചോക്ലേറ്റ് തറയിൽ വീഴുമ്പോൾ അത് പോയി ചാടിയെടുക്കും. ഈ കാണുന്ന എല്ലാം നമ്മുടെ പിന്നാത്ത ആളാണ്, കുഞ്ഞു പിന്നാത്ത. ഇവിടെ നമ്മുടെ തർത്തീജ് ഉണ്ടാക്കുന്ന വിധമാണ് കേട്ടോ. അവിടെ അവർ ഇതിൽ നിന്ന് എടുക്കുന്നു. ആ കാണുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ കോണും നമ്മുടെ ചോളപ്പൊടിയും നമ്മുടെ മാവൂടെ ഇട്ട് അവർ മിക്സ് ചെയ്ത് അതിനെ ഇതുപോലെ ഒരു കൂമ്പാരമാക്കി മാറ്റും. ആ കൂമ്പാരമാക്കിയതിനെ അവർ ചെറുതായിട്ട് എടുത്ത് നമ്മുടെ ഉറട്ടിയൊക്കെ ചൂടൂലേ അതുപോലെ. ഞാൻ ഇപ്പം കാണിച്ചു തരാം കേട്ടോ. ആ പുള്ളിക്കാരി നോക്കിക്കേ. പുള്ളിക്കാരി അടുത്തെടുക്കുന്നു, കയ്യിലാക്കുന്നു. സ്പീഡ് നോക്കിക്കേ. എന്നിട്ട് അത് ചുട്ടിട്ട് എടുക്കും. ഇത് ചെറിയ തർത്തീജ. ഇവിടെയും അവർ തർത്തീജ ഉണ്ടാക്കുവാണ്. ഇവിടെ അത് നമ്മുടെ ആലു പൊറോട്ടയൊക്കെ പോലെ, ഉത്തരേന്ത്യയിലെ ആലു പൊറോട്ടയൊക്കെ പോലെ ഇവർ ഈ തർത്തീജയുടെ അകത്ത് ബീൻസ് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. ഈ കാണുന്ന നമ്മുടെ ബീൻസ്. ഇവിടെയും പടപടയെ ഷടപടയെന്ന് അവരുണ്ടാക്കുന്ന കണ്ടില്ലേ. ഇവിടെയും അവർ തർത്തീജ ഉണ്ടാക്കും. കൊമസ്റ്റാസ്. ഇവിടെയും അവർ തർത്തീജ ഉണ്ടാക്കുന്ന ഇതാണ്. ഇവിടെയും തർത്തീജ ഉണ്ടാക്കുവാണ്. എല്ലായിടത്തും തർത്തീജയാണ്. ആൾക്കാർ വന്നിട്ട് തർത്തീജ 1 കിലോ 2 കിലോ ആയിട്ട് വാങ്ങും. And this is the people that came from Coapan that I told you in the little bags, but they carry okay. Bag to Coapan to here to sell it. കുറേ ആളുകൾ കോപ്പാൻ എന്ന് പറയുന്ന ഒരു റീജിയനിൽ നിന്ന് ഇതുപോലത്തെ ബാഗിൽ തർത്തീജ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് അവർ വെളുപ്പാലത്ത് ഓടും. കാരണം ചൂടോടെ വിൽക്കാൻ വേണ്ടി. എന്നിട്ട് അവർ ഓടി വന്നിട്ട് ഇവിടെ ഉള്ള ഈ സെൻറ്ററിലൊക്കെ വന്നിട്ട് വിൽക്കും. അങ്ങനത്തെ ഇതാണ് കേട്ടോ. ഇത് മറ്റേ കോയിനൊക്കെ എന്തോ ഇട്ടിട്ട് നമ്മൾ കോയിൻ എടുക്കുന്ന. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഇവരുടെ പബ്ലിക് ട്രാൻസ്പോർട്ട്. കോമ്പി വണ്ടി ഷെയർ ഇട്ട് പോകുന്ന, അതായത് ഒരു നിശ്ചിത എമൗണ്ടിൽ. പിന്നെ ഇത് ഇവിടുത്തെ ടാക്സിയാണ്. ഇവിടെ ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ കളർ ടാക്സിയൊക്കെയാണ് കേട്ടോ. ഈ കാണുന്നത് ബ്ലൂവും വെള്ളയായിട്ടുള്ള ടാക്സി. ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള ഇതാണ്. സ്ട്രീറ്റെല്ലാം വൃത്തിയാണ് കണ്ടില്ലേ. ഒരു സ്ഥലത്തും അധികം കച്ചറ കാര്യങ്ങളൊന്നുമില്ല. നമ്മളിവിടുത്തെ സെൻറ്ററിലെ ഒരു പാർക്കിലോട്ട് വന്നതാണ്. സിറ്റി ഓഫ് ദ ഇൻഡോറസ്. ഇവിടെ കുറേ ആൾക്കാർ ഷീപ്പ് പോളിഷ് ചെയ്യുന്ന കാഴ്ച. കുറേ ആൾക്കാരൊക്കെ വെറുതെ പാർക്കിൽ വന്നിരിക്കുന്നു. ഫൗണ്ടനിൽ വെള്ളമൊന്നുമില്ല. രാത്രിയാണെങ്കിൽ കുറച്ച് ലൈറ്റിങ്സ് ഒക്കെ കാണാം. ഇവിടെ ലൈറ്റിങ് അറേഞ്ച്മെൻറ്റ് ചെയ്തു. അവിടെ ആയിട്ട് ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ട്. നല്ല കുറേ മരങ്ങൾ, തണൽ, എന്തോ ഉറങ്ങിയ ഒരു ടൗൺ പോലെ. പിന്നെ അവിടെ നമ്മുടെ ഒരു ക്രിസ്ത്യൻ ദേവാലയമൊക്കെ ഉണ്ട്. ഇവിടെ സ്ട്രീറ്റിൽ
ഇവരുടെ മരമൊക്കെ നല്ല മനോഹരമായിട്ട് വെട്ടി ക്ലീനാക്കുന്ന പരിപാടിയാണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ഹോട്ടല്. നല്ല രസമാണ് കേട്ടോ. ഈ കാണുന്ന സ്ഥലങ്ങളെല്ലായിടത്തും ഭയങ്കര കാമ്, നീറ്റ്, ക്ലീന്. ആളുകൾ അത്യാവശ്യം കണ്ടാൽ ചിരിക്കുന്നുണ്ട്. പിന്നെ വിദേശികളെ കാണുമ്പോൾ ചിലപ്പോൾ ഇവർക്ക് ഷോക്കാവാം. പിന്നെ പലപ്പോഴും ഇവർ വിദേശികളെ കാണുമ്പോൾ ഇവർക്ക് അറിയില്ല വിദേശിയാണെന്ന്. ചിലപ്പോൾ അവളെ കണ്ടാലും വിദേശിയാണെന്ന് തോന്നിപ്പിക്കാം. ഇപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോകണോണ്ട്, പിന്നെ ഞാൻ ഈ ക്യാപ്പും ഈ സാധനമൊക്കെ ഇട്ട് പോകണോണ്ട് വിദേശിയാണെന്ന് ചിലപ്പോൾ തോന്നാം. ഇതിൽ നിന്നാണ് ഇവരുടെ ആൽക്കഹോളായിട്ടുള്ള മെസ്കാൽ ആക്ച്വലി ഉണ്ടാക്കുന്നത്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ക്രിസ്ത്യൻ പള്ളിയാണ്. ഇത് ഇവരുടെ ഒരു കൾച്ചറൽ സെൻറ്റർ ഈ ഭാഗത്ത്. അത് സ്പെയിനുകാർ വന്നിട്ട് അവരൊക്കെ ഉണ്ടാക്കിയ ബിൽഡിങ്ങും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മുടെ ചർച്ചിൻ്റെ ഗോപുരമാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നമ്മുടെ പിയാനോ സെൻറ്റർ, പിന്നെ ഇവരുടെ ഒരു കൾച്ചറൽ സെൻറ്ററൊക്കെയാണ് ഇതിൻ്റെ അകത്തായിട്ട്. നമ്മുടെ 877 കാലത്തിലുള്ള ഒരു പള്ളിയാണ് കേട്ടോ. ദിസ് ഇസ് സെയിന്റ് കാർമൽ. കാർമൻ മനസ്സിലായില്ല കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ പള്ളി. ഇവിടെ കുറേ പള്ളിയുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ. വാ, നമ്മുടെ പള്ളിയുടെ ഉൾഭാഗം. അൽത്താരയൊക്കെ എന്ത് മനോഹരം. 877 കേട്ടോ ഈ കാണുന്ന പള്ളി നിർമ്മിച്ചത്. ഇവിടെ നമ്മുടെ മദർമേ, ഇവിടെ ഓരോ സെയിൻറ്റുകളുടെയൊക്കെ ചിത്രമാണ് സൈഡുകളിലൊക്കെ അവരുടെ ഇത്. അവിടെ നമ്മുടെ മദർ മേരി. നല്ല രസമുള്ള പള്ളി കേട്ടോ. ഇതിവിടുത്തെ സെൻറ്ററിലെ പള്ളിയാണ്. ഇതുപോലെ 2-3 പള്ളികൾ ഇവിടെ സെൻറ്ററിലായിട്ട് ഉണ്ട്. ഡു യു കം ടു ചർച്ച്? യുവർ മോം കം ടു ചർച്ച്? അവൾ പള്ളിയിൽ വരില്ല. അവളും അവളുടെ അച്ഛനും പള്ളിയിലൊന്നും വരില്ല. അവരങ്ങനെ വലിയ വിശ്വാസികളൊന്നുമല്ല. ബട്ട് അവളുടെ അമ്മ ഭയങ്കര വിശ്വാസിയാണ്. We were talking about religion with your mom today. ഇന്ന് രാവിലെ തൊട്ട് നമ്മൾ ഒരു 1-2 മണിക്കൂർ ഭക്ഷണത്തിന് ശേഷം അമ്മയുടെ അടുത്ത് റിലീജിയനെ കുറിച്ച്, കത്തോലിക് സഭയെക്കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. നമ്മുടെ കേരളത്തിൽ എങ്ങനെയാണ്, അതാണ് ഇതാണ്. ഞാൻ നമ്മുടെ പള്ളിപ്പെരുന്നാളൊക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു കുറേയൊക്കെ. ഇനി നമ്മൾ കുറച്ച് മാർക്കറ്റ് കൂടെ കാണിച്ചിട്ട് ഞാൻ വേറെ ഒരു സ്ഥലത്തോട്ട് പോകും. ഈ കാണുന്ന എല്ലാ ബിൽഡിങ്ങുകളും ഇവിടെ സ്പാനിഷ് സമ്മാനം നൽകിയതാണ് കേട്ടോ. അതായത് സ്പാനിഷുകാർ ഇവിടെ വന്ന് ഭരിച്ചപ്പോൾ സമ്മാനമായിട്ട് നൽകിയ ബിൽഡിങ്ങുകളും സംഭവങ്ങളൊക്കെയാണ്. അവർ ഭരിച്ചപ്പോൾ ഉണ്ടാക്കിയതാണ്. പിന്നെ ഈ ഇറ്റാലിയൻ കോഫി കമ്പനി ഞാൻ കുറേ സ്ഥലത്ത് കണ്ടു ഈ ഒരു ബ്രാൻഡ് കേട്ടോ. ഇവിടെ മെക്സിക്കോയിൽ പല സ്ഥലത്ത് കാണാനായിട്ട് സാധിച്ചു. നല്ല വെയിൽ. ഇതാ അവിടെ വേറൊരു ക്രിസ്ത്യൻ ദേവാലയം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട കത്തീഡ്രൽ. ഞാൻ കത്തീഡ്രലിൻ്റെ അകത്ത് പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് അധികം പഴക്കമുള്ള പള്ളിയാണ് കേട്ടോ. ഈ കാണുന്നത് ഇവിടുത്തെ ഗവൺമെൻറ് ബിൽഡിംഗ് ആണ്. അതിലെ എന്തോ ക്യൂ ആണ് കേട്ടോ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്തായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്ന ഇവരുടെ ഒരു മുനിസിപ്പൽ ബിൽഡിംഗ് ആണ്. ഇവർക്ക് പ്രസിഡൻ്റാണ്. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ പോലെ ഇവരുടെ മുനിസിപ്പാലിറ്റിയുടെ പ്രസിഡൻ്റാണ്. അപ്പോൾ ആ കാണുന്ന ബിൽഡിംഗ് ആണ് കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള ബിൽഡിങ്. ഈ കാണുന്ന സ്ട്രീറ്റ് എല്ലായിടത്തും പാട്ടും ബഹളവും. ഇവിടെ തന്നെ ഐസ്ക്രീം വിൽക്കുന്ന കടകൾ. ഇവിടെ ഇതിനു വേണ്ടി ഇവർ ഓരോ ഗവൺമെൻറ് ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ക്യൂ നിൽക്കുന്ന കാഴ്ചയാണ് കേട്ടോ. പബ്ലിക് സർവീസ് വർക്ക് ഓരോ അവരുടെ ഇതിനൊക്കെ ആയിട്ട് ക്യൂ നിൽക്കുവാണ് ആളുകൾ ഓരോ അകത്ത് കയറാനൊക്കെ. ഇവിടെ കോവിഡ് വാക്സിൻ എടുക്കുവാണ് കേട്ടോ. അതാ ആൾക്കാർ കോവിഡ് വാക്സിൻ എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന ഇതാണ്. കോവിഡ് വാക്സിൻ ഇപ്പോഴും ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ. ഇവിടെ ഷൂ ക്ലീനിങ് ഭയങ്കര കോമൺ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ചൂറോ. ഈ കാണുന്നത് നമ്മുടെ വേറൊരു കോൺവെൻ്റ് ആണ്. ഇവിടെ എല്ലായിടത്തും കോൺവെൻറ്റുകളും സംഭവങ്ങളും മാർക്കറ്റുകളും പള്ളി, ക്രിസ്ത്യൻ പള്ളികൾ ധാരാളം ഉണ്ട്. നമ്മളിനി ഒരു മാർക്കറ്റിൻ്റെ ഉള്ളിലോട്ട് കയറുവാണ്. ആ കാണുന്നതാണ് നമ്മുടെ മുനിസിപ്പൽ ബിൽഡിംഗ്. ഞാൻ നേരത്തെ കാണിച്ചു തന്നായിരുന്നു. ഇവിടെ
കുറെ വാച്ചുകൾ, ഓർണമെന്റ്സ് ഇങ്ങനെ നീണ്ടു കിടക്കുന്ന മാർക്കറ്റ് കേട്ടോ. മീനുകള്, മീന്, ഷ്രിംപ്സ്. ഇത് 100. ദിസ് ഈസ് ഫോർ 1 kg. ഫോർ 1 kg. Like $10. No, I know. For 1 kilo, 1 kilo. Yeah, 1 kilo. 1 കിലോയ്ക്കാണ് കേട്ടോ ഈ കാണുന്ന റേറ്റ് വരുന്നത്. 1 കിലോയ്ക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു 950 രൂപ, 950 രൂപയാണ് കേട്ടോ. ഇവിടെ ഫുഡ് അല്ല, ഫ്രൂട്ട്സ്, ഫുഡുകള്. പിന്നെ പേരയ്ക്ക ഇവിടെ നല്ലപോലെ കാണാൻ സാധിച്ചു. ഇത് ചെറിയ കുഞ്ഞു പേരയ്ക്ക കണ്ടില്ലേ. ഇവിടെ ആളുകൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. നമ്മുടെ റെസ്റ്റോറൻറ്റ് കേട്ടോ. ഇത് നമ്മുടെ ഹുക്കീല എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെ അവിടുത്തെ ഒരു എന്താ പറയുക, ഒരു വെർജിൻ ഓഫ് ഹുക്കീല എന്നാണ് പറയുന്നത്. അവിടുത്തെ ഒരു ദേവിയല്ല, സോറി, അവിടുത്തെ ഒരു മാതാവ്, അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ. അവരുടെ ഒരു മാതാവിൻ്റെ ഒരു ചെറിയ ഇതുണ്ട് കേട്ടോ. ഇത് ഇവരുടെ ഓട്ടോ സ്റ്റാൻഡുകളിലും ഇങ്ങനെ ചെറിയ സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ പെട്ടിക്കൂട്ടിലായിട്ട് അങ്ങനെ മാതാവിൻ്റെയും ചിലപ്പോൾ ജീസസിൻ്റെയൊക്കെ നമുക്കിത് കാണാൻ സാധിക്കാം. ആളുകൾ വരുന്ന് ചുംബിച്ച് അങ്ങനെയൊക്കെ പോകും. ദിസ് കേരള സെയിം കേരള. നമ്മുടെ വറ്റൽ മുളക്, ഇവിടെ വലിയ വറ്റൽ മുളക്. ദിസ് കേരള ഇത് കേരളത്തിലുണ്ടല്ലോ. We have this in Kerala. Yeah, വറ്റൽ മുളക്. We call it chile ancho. ചിലെ ആഞ്ചോ. ഇതാണ് നമ്മുടെ ചിലെ ആഞ്ചോ. കേരളത്തിലെ വറ്റൽ മുളകാണ് കേട്ടോ. അവിടെ നമ്മുടെ നോപ്പാലസ് കട്ട് ചെയ്യുന്ന കാഴ്ച ഉണ്ടോ. ഇത് ആക്ച്വലി ഇവിടെ ആര് പെട്ടെന്ന് മുറിക്കും അതിൻ്റെ മത്സരമൊക്കെ ഇവിടെ നടക്കും കേട്ടോ. ഇവരുടെ ഗെയിംസ്. ഇവിടെ നമ്മുടെ വാഴക്കപ്പം പൊഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടുള്ള പഴം കേട്ടോ. ഇവിടെ കടലമാവ് കിട്ടുമായിരുന്നെങ്കിൽ വീട്ടിൽ പോയി വാഴക്കപ്പം പൊഴിച്ച് എല്ലാവർക്കും കൊടുക്കായിരുന്നു. ആളുകളെല്ലാം തർത്തീച്ച നടന്ന് നിന്ന് വിൽക്കുവാണ് കേട്ടോ. ഇവിടെ നമ്മുടെ കോൺ തർത്തീച്ച വേറെ നല്ല ചൂടായിട്ടുള്ള ഭയങ്കര എരി കേട്ടോ. 1 കിലോയ്ക്ക് 200 രൂപയാണ് കേട്ടോ ഈ കാണുന്ന മുളവിന്. തൊണ്ടമുളകിന് 200 രൂപയാണ്. പിന്നെ വാട്ട് ഈസ് ദിസ്? ഐ ഡോണ്ട് നോ ദിസ് വൺ. ¿Cómo se llama ese? Tejocote. Tejocote. We used to make the a typical sweet. Oh. Like tea. എന്തോ Christmas. ക്രിസ്മസിന് എന്തോ Ponche. പോഞ്ചെ. പോഞ്ചി ഉണ്ടാക്കുന്ന ഇവരുടെ ക്രിസ്മസിനൊക്കെ ഇവർ ചൂടാക്കിയിട്ട് കുറേ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ഒരു ഇത്, അതിൻ്റെ ഒരു ഇതാണ് കേട്ടോ. ഗ്രാസിയാസ്, മുച്ചോ ഗ്രാസിയാസ്, അഡിയോസ്. ഇവിടെ ഓരോ ആളുകൾ ഗെയിം കളിക്കുന്ന ഇതാണ് കേട്ടോ. ഇവിടെതാ അവരധികം ഇത് ഇടും. പുള്ളിക്കാരി ഇടുന്നത് നോക്കിക്കോട്ടെ എവിടെ വീഴുന്നു എന്ന്. ഓ, ഇതിവരിങ്ങനെ ഇട്ടിട്ട് ഇത് ഇത്രയും വന്ന് കെട്ടായിട്ട് എടുക്കാൻ വേണ്ടിയാണ്. പുള്ളിക്കാരെ താഴ്ന്ന് വാഴുന്നുമുണ്ട്. ഒരിതാണ് ഇടേണ്ട. ഒരു പൈസ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ 5 രൂപ. അപ്പുറത്തെ ചേച്ചി പറയാണ് അവരുടെ ഭർത്താവാണ്, അതുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യലേത്. പുള്ളിക്കാരൻ്റെ എടുക്കാം. പുള്ളിക്കാരൻ ഭയങ്കര കോൺസെൻട്രേറ്റഡിലാണ് കേട്ടോ. ഈ കാണുന്ന പൈസ എടുക്കാനാണെന്ന് തോന്നുന്നു. ഇത് നമ്മൾ 1 പൈസ ഇടുന്നത്. ഇത് 5 പൈസ, 25 രൂപ. ഇവിടെ 6 പൈസ. അപ്പോൾ അതിൻ്റെ കെട്ടിൻ്റെ പൈസ കൊടുക്കും. ഇത് 500-ൻ്റെ ബണ്ടിലൊക്കെ ഉണ്ട്. ഇവിടെ 500-ൻ്റെ ബണ്ടിൽ ഒന്നേ ഉള്ളൂ. ഇവിടെ വേറെ കുറേ മെഷീൻസ് ഇതോ അവിടെ ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ വേറെ മെഷീൻസ് 40 പൈസ, അതായത് 200 രൂപ കൊടുത്താൽ നമ്മുടെ ബാക്ക് പെയിന് മാറ്റിത്തരും. അതിൻ്റെ ഒരു ക്യാമ്പയിനിങ് ആണ് കേട്ടോ ഇവിടെ നടത്തുന്നത്. നമ്മുടെ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ മുന്നിലാണ് ഈ കാണുന്നത്. നമ്മുടെ പല വ്യത്യസ്തമായിട്ടുള്ള വെള്ളങ്ങളാണ്. ഇവർക്ക് ജ്യൂസസ് എന്ന് പറയുന്നത് ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു സാധനമാണ്.
പിന്നെ ഇവിടെ മാർക്കറ്റ്, ഫുഡുകളുടെ മാർക്കറ്റ്. ഇവിടെ ഓല മടയണ പോലെ ഇവരെന്തോ ഇരുന്ന് മടയുവാണല്ലോ. നമ്മുടെ സ്പൈസസ് കുറേ, ഇവിടെ കുറേ ചായകളൊക്കെ ഉണ്ടാക്കുന്ന സ്പൈസസ് സാധനങ്ങൾ, ഇഞ്ചി, മഞ്ഞൾ, ഇവിടെ പൂ. ഇവരിത് വെച്ചിട്ട് ഇതുപോലെ എന്തോ ഉണ്ടാക്കുവാണ് കേട്ടോ. ഇവിടെ മെക്സിക്കൻ ലുക്കുള്ള 2 പേരെ എനിക്ക് കാണാനായിട്ട് സാധിച്ചു. മാർക്കറ്റ് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്, ഒരു സ്ഥലത്ത് നിൽക്കുന്നില്ല. ഇതാ പുള്ളിക്കാരൻ മൈക്കിൾ. ഇവിടെ 2 പേര് താണ്ടെ കൗബോയ് ക്യാപ്പൊക്കെ വെച്ചിട്ട് എനിക്കൊന്ന് ബീഡിയുടെ ആണെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടില്ലേ, നല്ല രസമുണ്ട് കേട്ടോ. ഇത് ബുധനാഴ്ചകളിൽ മാത്രമാണ് ഈ മാർക്കറ്റ് ഉള്ളത്, നമ്മുടെ ലോങ് ആയിട്ടുള്ള മാർക്കറ്റ്. ഈ കാണുന്നത് നമ്മുടെ ഫ്ലവർ മാർക്കറ്റ്. ഇവരുടെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ വിശ്വസിക്കാനായിട്ട് എല്ലാത്തിനും ഇവർ പൂ ഉപയോഗിക്കാറുണ്ട്. വെരി ബ്യൂട്ടിഫുൾ. എല്ലായിടത്തും മ്യൂസിക്കൊക്കെ വെച്ച് അടിപൊളിയാണ് കേട്ടോ. ഈ കാണുന്ന എല്ലാം ക്ലോത്തിന്റെ മാർക്കറ്റ്. ഇവിടെ സോക്സിന് 25 രൂപ, കുഞ്ഞുങ്ങളുടെ സോക്സ് 5 പൈസയുടെ സോക്സ്. ഇവിടെ ജാക്കറ്റുകള്, ഡ്രസ്സുകള്. ഈ കാണുന്നത് ഇവരുടെ മെക്സിക്കൻ ക്യാപ്പുകൾ വിൽക്കുന്ന കടയാണ്. കൗബോയ് ക്യാപ്പുകൾ. നമ്മുടെ മുളകിൻ്റെ കട 1 കിലോയ്ക്ക് 100 രൂപ. വറ്റൽമുളക്, വലിയ വറ്റൽമുളക്. വാവ്, ടാമറീനോ. ഇവിടെ പുളി കേട്ടോ. ടാമറിൻഡോ കോൺ കസാറ 1 കിലോയ്ക്ക് ഏകദേശം 40 പൈസ. 40 പൈസ എന്ന് പറഞ്ഞാൽ 1/2 കിലോയ്ക്ക് 20. എൻ്റെ അമ്മോ, അതായത് നമ്മുടെ നാട്ടിലെ 200 രൂപ 1 കിലോ പുളിക്ക് വരുന്നത്. ഈ കാണുന്ന ഡെക്കറേഷൻസ് എല്ലാം തന്നെ നമ്മുടെ ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും നമ്മുടെ റോസ്ക ദിവസത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ്. രാത്രിയാണ് ഇവിടെ എല്ലാം കാണാനായിട്ട് മനോഹരമായിട്ട് നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ എന്തോ പോലെ വലിയ ഇതൊന്നുമില്ല. ഇവിടെ നമ്മുടെ പഴയ അംബാസിഡർ കാർ, നമ്മുടെ ഹിമാലയൻ ബൈക്ക്. ഇവിടെ നമ്മുടെ നാരങ്ങയൊക്കെയാണ് കേട്ടോ. നമ്മൾ ഇവരുടെ ആൻറ്റിയുടെ വീട്ടിൽ വന്നത്. നമ്മൾ ആൻറ്റിയുടെ വീട്ടിൽ വന്നിട്ട് ഇവിടെ നമ്മുടെ റോസ്ക ബ്രെഡ് കട്ടയാണ്. ഇവർ ഫാമിലി ആയിട്ട് കട്ട് ചെയ്യുന്ന ഒരു ട്രഡീഷനാണ്. You have to cut from here, right? Yeah, like this. Follow the form. Okay. So you can see if there is muñeco or no. Okay. Muñeca, Jesus. The baby. Baby. Jesus baby. So you have it? No. Well, I don't know. Sometimes Maybe it's inside. really inside. Sometimes you eat you give a bite. Oh, okay. Then the muñeco shows. ഇതാണ് കേട്ടോ. The size you want? Big. I want to see if I can get. No one inside. No. എൻ്റെ ഇല്ല കേട്ടോ. No baby. No baby. No muñeco. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ഒരു മെസ്കാൽ ഷോപ്പിലോട്ട് വന്നതാണ്. ഇത് കണ്ടില്ലേ, തേളിത്തിട്ടുള്ള മെസ്കാല്. ഇവിടെ മെസ്കാൽ ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ആൽക്കഹോളാണ് കേട്ടോ. ഗ്രാസിയാസ്. പുള്ളിക്കാരൻ നമുക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. ഞാൻ കള്ള് കുടിക്കൂല എന്ന് പറഞ്ഞു. പിന്നെ ഇത് കുറേ സ്വീറ്റ്സ്, പലതരത്തിലുള്ള ഇവരുടെ സ്വീറ്റ്സ് അതൊക്കെ വിൽക്കുന്ന കടയാണ് കേട്ടോ. ഇവിടെ എല്ലാ സ്വീറ്റ്സിലും കൂടുതൽ എരിയിടും. എരിയിട്ടിട്ടുള്ള കുറേ സ്വീറ്റ്സുകളുണ്ട്. ഈ കാണുന്നതല്ല ഇവരുടെ പലതരത്തിലുള്ള മെസ്കാൽ. ഇവരുടെ ഒരു വാറ്റ് പോലത്തെ ഇവരുടെ ഒരു പലതരത്തിൽ ഇട്ടിട്ടുള്ള ഉണ്ടാക്കിയ സാധനങ്ങളാണ്. ഇത് നമ്മുടെ സ്ട്രോബെറിയിൽ എരിയിട്ടിട്ടുള്ളത്, പൈനാപ്പിളിൽ എരിയിട്ടിട്ടുള്ള ഉണ്ടാക്കിയത് ഫുള്ള് എരിയുടെ ക്യാൻഡികളാണ്. ഇത് നമ്മുടെ മാംഗോ ഫ്ലേവറിലുള്ള ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ജെല്ലി പോലത്തേത്, അതിൽ എരിയിട്ടിട്ടുള്ള അരിച്ച സ്റ്റിക്കി കേട്ടോ. ¿Puede hacer un video? ¿A dónde? Aquí no. Please India you gift. Gracias. No, está prohibido para nosotros. What are you saying? No, nada. Okay. No, sí. നമ്മൾ ആക്ച്വലി ഒരു ക്യാൻഡി വാങ്ങാൻ വേണ്ടി വന്നാണ്. വാങ്ങിച്ചു വിടുന്ന് ഒരു കടയിൽ നിന്ന്. നമ്മൾ നേരത്തെ പോയില്ലേ കട, അവർക്ക് വിൽക്കുന്ന ഈ ഒരു ക്യാൻഡി പുള്ളിക്കാരനാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഒന്ന് നമുക്ക് ഫ്രീ ആയിട്ട് കാണാം കേട്ടോ പുള്ളിക്കാരനെ. ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ഇവിടെ ഉള്ള ആളുകളെല്ലാം നല്ല ക്രിസ്തുമത വിശ്വാസികളാണ് കേട്ടോ. വില്ലേജിലൊക്കെ വരുമ്പോൾ നമ്മൾ വീട്ടിൽ ഇനി ഇവരുടെ കോമ്പി എടുത്ത് പോവാണ്. ഇതാണ് ഇവരുടെ ലോക്കൽ ട്രാൻസ്പോർട്ട് കേട്ടോ, പബ്ലിക്കായിട്ടുള്ള ഇവിടുത്തെ ട്രാൻസ്പോർട്ട്. ഇത് നമ്മുടെ ചപ്പാസ് സംസ്ഥാനത്തെ ഒരു മറീംബ എന്ന് പറയുന്ന ഇവരുടെ ഒരു ആർട്ട് ഒരു സാധനമാണ്.
എല്ലായിടത്തും നല്ല മനോഹരമായിട്ട് ചിത്രമൊക്കെ വരച്ച് നല്ല രസമുണ്ട് കേട്ടോ. സ്ട്രീറ്റ് കാണാൻ നല്ല രസമുണ്ട് ടോട്ടലി. യെസ്. അങ്ങനെ നമ്മൾ ഇതിൽ നിന്ന് ഇറങ്ങി. ഇതിൽ കണ്ടില്ലേ ഇവരുടെ വില വിവരപ്പെട്ട പട്ടികയാണ്. സാധാരണ ആൾക്കാർക്ക് 8 എന്ന് പറയുമ്പോൾ 40 രൂപ, സ്റ്റുഡൻസിന് 5.5 എന്ന് പറയുമ്പോൾ ഏകദേശം 27.5 രൂപ. പിന്നെ what else? Students? The students. Normal people? Old people. All people 4 20 rupees They have a discapacity. and free. They don't. Yeah. ഓ, ഡിസ്കപ്പാസിറ്റി, അതായത് ഡിസബിൾ ആയിട്ടുള്ള ആളുകൾക്ക് ഫ്രീ ആണ് കേട്ടോ. നല്ല രസമുണ്ട്. ഇവിടെ അങ്ങ് ദൂരമായിട്ട് ഒരു മല കാണാം. ആ മലയുടെ മുകളിൽ ഒരു കുരിശുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ പോഞ്ചയിലോട്ട് പോവാണ്. അതായത് Gracias. ഇവര് കണ്ടില്ലേ കുറച്ച് മാനേഴ്സ് ഉണ്ട് കേട്ടോ. അതായത് വേണ്ടാന്ന് പറയുമ്പം നോ എന്ന് പറയുമ്പം അത് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവര് ഡെയിലി നല്ല പൈസ ഉണ്ടാകും കേട്ടോ. ഇങ്ങനെ ചെയ്ത് നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറയുമ്പോൾ ഇപ്പൊ കൊച്ചിയിലൊക്കെ പ്രശ്നം നടക്കുന്നില്ലേ, പല ഉത്തരേന്ത്യക്കാർ വന്നിട്ട് വരാതെ ചോദിക്കാതെ ഇങ്ങോട്ട് വന്നിട്ട് അവര് ഒഴിച്ച് അതാക്കി അങ്ങനെ ആവട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ പോഞ്ചയിലോട്ട് പോവാണ്. പോഞ്ച എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിയുടെ അച്ഛൻ കർഷകനാണ്. അപ്പോൾ കർഷകൻ മൃഗ ഡോക്ടറായിരുന്നു. പിന്നെ പുള്ളിയുടെ അച്ഛൻ്റെ ഇതായിട്ടുള്ള കർഷക ഫാമിംഗ് ഏറ്റെടുത്തു. അങ്ങനെ അങ്ങോട്ട് നമ്മൾ പോവാണ്. വാമനോസ് പോഞ്ച. സോറി, പോഞ്ച അല്ല, റാഞ്ചോ ആണ് കേട്ടോ. വാമനോസ് റാഞ്ചോ. വാമനോസ് അൽ റാഞ്ചോ. നമ്മൾ കാറിലാണ് റോഞ്ചോയിലോട്ട് പോകുന്നത്. ഇവിടുത്തെ എന്തോ ഇവരുടെ പ്രാദേശിക ലോക്കൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവിടെ ഇറങ്ങിയതാണ്. മെമലാസ് എന്ന് പറയുന്ന ഒരു ലോക്കൽ. ഇവിടെ എല്ലായിടത്തും ഇതുപോലെയാണ് ഇവര് ഗ്ലാസ് കൂട്ടിൽ നമ്മുടെ ഐഡൽസ് ഒക്കെ വെച്ച് വർഷിപ്പ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ മെമലാസ്. നമ്മുടെ ചീസും ബീൻസും, ഇത് ബീൻസും മീറ്റും വെച്ചിട്ടുള്ളത്. അത് അവൾ വെജിറ്റേറിയൻ ആണ്. ചീസും ബീൻസും പിന്നെ അതിൽ സാൽസയും. Provechito. We say it provechito diminutivo, like a little one, like provechito for the small food. Very small. Provechito. ഇവർക്ക് എല്ലാവർക്കും ചിത്തോ, ഇത്തോ, പൊക്കീത്തോ, തിത്തോ. ഇത്തോ മീൻസ് സ്മോൾ. Small. എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് സ്മോൾ ആക്കാൻ വേണ്ടി നമ്മൾ കഴിക്കട്ടെ. നമ്മളിനി ഇവരുടെ അച്ഛൻ്റെ ഫാം ലാൻഡിലോട്ട് പോവാണ്. ഈ കാണുന്നതെല്ലാം പലതരത്തിലുള്ള കൃഷികളാണ് കേട്ടോ. അവിടെ നമ്മുടെ മെക്സിക്കോയുടെ ഏറ്റവും വലിയ പൊക്കമുള്ള മലയാണ് കാണുന്നത്. ഇവിടെ ഈ കാണുന്നതൊക്കെ കണ്ടില്ലേ, ധാരാളം വെജിറ്റബിൾസ്. ഇവിടെ ആക്ച്വലി കുറെ ചൈനക്കാർ വന്നിട്ട് ഈ കാണുന്ന ഫാം ലാൻഡൊക്കെ വാങ്ങിച്ചിട്ട് അവരുടെ ചൈനീസ് വെജിറ്റബിൾ, എനിക്ക് തോന്നുന്നു അമേരിക്കയിലേക്ക് കുറെ കടകളിലൊക്കെ അവരിവിടെ വളർത്തിയിട്ട് ഇതിനെ ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകും. അല്ലെങ്കിൽ മെക്സിക്കോയുടെ പല ഭാഗങ്ങളിലൊക്കെ ആയിട്ട് അങ്ങനത്തെ കുറേ ലാൻഡുകൾ ഇവിടെ ഉള്ളത് ചൈനീസുകാരുടെയാണ്. ആ കാണുന്നതാണ് നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ എമൗണ്ട്. നമ്മൾ ഇവരുടെ ഫാം ലാൻഡിലോട്ടാണ് പോകുന്നത്. അവിടെ അങ്ങ് ചുവന്ന കാറ് കിടക്കുന്നില്ലേ, ആ ഭാഗത്തോട്ടാണ് കേട്ടോ. ഇവിടെ കുറേ പേര് കൃഷിയിടത്തിൽ പണിയെടുക്കുന്ന കാഴ്ച കാണാം. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഏരിയ. ഇവിടെയാണ് ഇവരുടെ കൃഷിപ്പണി സാധനങ്ങളൊക്കെ വെക്കുന്നതും വണ്ടികളും. അതുകൊണ്ട് അവളുടെ സഹോദരിക്കുകയാണ്. ഈ കാണുന്നതൊക്കെ നമ്മുടെ കുതിരയ്ക്ക് കൊടുക്കാൻ വേണ്ടി അവർ കട്ട് ചെയ്തിട്ട് ഉണക്കി സ്റ്റോക്കാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഹോലാ, നമ്മളിനി ഇവരുടെ കൃഷി സ്ഥലത്തോട്ട് പോവാണ്. ഈ കാണുന്ന ഒരു ഏരിയയിലാണ് ഇവരുടെ സംഭവങ്ങളും സാമഗ്രികളും. ഇവിടെ ജോലി ചെയ്യുന്ന കുറേ ആൾക്കാർ അവരുടെ കുടുംബമായിട്ട് ഇവിടെ തന്നെ നിന്ന് അവരുടെ മക്കളും ഇവിടെ നിന്ന് പണിയെടുത്ത് അങ്ങനെയൊക്കെ ആക്കുന്നതാണ്. കാരണം ഇവർ ഇങ്ങനെ പണിയെടുക്കുന്നവർ കുറേ താഴ്ന്ന തട്ടിലാണ്. പിന്നെ ഇതൊക്കെ നടത്തുന്നവർ വലിയ തട്ടിലുള്ള ആൾക്കാരാണ്. അപ്പം ഒരു വ്യത്യസ്തമായ ചില ആൾക്കാർ പഠിക്കുകയൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഉത്തരേന്ത്യയിലൊക്കെ കുറേ ഉത്തരേന്ത്യക്കാർ ഈ ഫ്ലാറ്റൊക്കെ പണിയുന്ന സ്ഥലത്ത് അവർ തന്നെ അവിടെ കുടിൽ വെച്ചിട്ട് താമസിച്ച് കുട്ടികൾക്കും ഭക്ഷണം ഉണ്ടാക്കി ചിലപ്പോൾ കുട്ടികളും പണിയെടുത്ത് ജീവിക്കുന്നത്. അതുപോലെ ഇത് പംകിൻ കൃഷി. Not like this, but more, a little bit more, and you can have it. But now they don't accept the big ones. കൊടുക്കുന്നില്ല കേട്ടോ. Now you got it. I got it. കല്ല് മാത്രം കടിക്കൂല.
No, he will not give. Yeah. Malila? Malila. 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 മല്ലിയില. ഇതാണ് സിലാന്ത്രോ. Coriander. ഓ പേടിച്ചു. കൊറിയാണ്ടർ. ഇവരുടെ കൃഷിയാണ് കൊറിയാണ്ടർ കൃഷി. വലിയ മണവും ഗുണമൊന്നും ഇല്ല കേട്ടോ. ഇവരിത് കാനഡയിലും US കയറ്റി അയക്കും. മല്ലിയില കൃഷിയാണ് ഈ കാണുന്നത് സിലാന്ത്രോ. നോ ഐ നോ, ഇറ്റ്സ് വെരി കോമൺ ഇൻ കേരള. ഇവിടെ അവരെല്ലാം ഇരുന്ന് നമ്മുടെ മല്ലിയില പറിക്കുന്ന കാഴ്ചയാണ് കേട്ടോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ കാണുന്ന മല്ലിയില എല്ലാം പറിച്ചത് അത് ഇനി പയ്യെ പയ്യെ വളർന്നോളും. ഷടപടേന്ന് പറിക്കുന്നു കേട്ടോ അവര്. ഇവിടെ നോക്കിക്കോ, അവർ കട്ട് ചെയ്താക്കുന്ന രീതി നോക്കിക്കോളേ. ഇപ്പം കാണാം. അവരിടുന്ന നോക്കിക്കേ. ഇവിടെ ഈ പയ്യൻ നോക്കിക്കേ, കട്ട് ചെയ്തെല്ലാം എടുത്ത് കറക്റ്റ് പറക്കി ഒരു പെട്ടിയിലാക്കുന്ന. You know, you see in Walmart. വാൾമാർട്ട് Like this. വാൾമാർട്ടിൽ അവർ കാണുന്ന രീതി ഇതുപോലെയാണ്. പല ആൾക്കാർ ഇത് കഴിവേം പോലും ഇല്ല കേട്ടോ. ഇവിടെ ഫുൾ ആൾക്കാർ അവർ കട്ട് ചെയ്യും, കുറച്ച് ഒരു പിടിയിടും, എന്നിട്ട് അത് കറക്കി മറക്കിയിടും. ആ മടക്കിയിട്ട സാധനമാണ് നമ്മുടെ ഈ കൊച്ചു പയ്യൻ കെട്ടി 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 നിർത്തി വെക്കുന്നത്. ഞാൻ അടുത്ത കുട്ട എടുക്കും. അവർ ഈ കാണുന്ന രീതിയിൽ കട്ട് ചെയ്തിട്ടാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഈ കാണുന്ന ഫ്രഷ് ആയിട്ട് കണ്ടില്ലേ, നല്ലപോലെ കട്ട് ചെയ്ത് അത് പാക്ക് ചെയ്ത് കൊണ്ടുപോകും. ഇവിടെ നമ്മുടെ ബ്രോക്കളിൻ കൃഷി ചെയ്ത് അത് കൊണ്ടുപോകുന്ന കാഴ്ചയാണ്. ഇത് ഇവർ മെക്സിക്കോയുടെ പുറത്ത് പോകുന്നതുകൊണ്ടാണ് ഈ സാധനം ടാഗ് ഒക്കെ ഇട്ടേക്കുന്നത് കണ്ടില്ലേ. ഇത് പുറത്തോട്ട് പോകുന്നതാണ്. ഇവിടെ ഒരു പംകിന് കട്ട് ചെയ്യുവാണ്. ഈ ആക്ച്വലി ഈ മല്ലിയിലല്ലേ, മല്ലിയില കട്ട് ചെയ്യുന്നതിന് ഒരു ദിവസത്തെ കൂലി എന്ന് പറയുമ്പം 300 മുതൽ 400 പെസോസാണ്. അതായത് ഇവരുടെ ബോക്സ് ഐറ്റത്തിലാണ് കൊടുക്കുന്നത്. എന്നാലും ബോക്സ് വെച്ച് കൂട്ടുമ്പോൾ ഒരു 300 മുതൽ 400, അതായത് 1500 മുതൽ 2000 രൂപയാണ് ദിവസക്കൂലി. പംകിനാണെങ്കിൽ അതൊരു 1500 രൂപയാണ് ദിവസക്കൂലി. നമ്മുടെ അവളുടെ അമ്മയുടെ ഇതാണ് കേട്ടോ, മമ്മയുടെ കാറാണ്. അതുകൊണ്ടാണ് ഇത് തുറന്നാലും ജീസസ്, ഇവിടെയും നമ്മുടെ കുരിശ്. Ni modo. Ni modo means? Like, I don't know. Ni modo. Like, I don't know. നമ്മുടെ ഹിമിനയുടെ അച്ഛന് 2-3 ഫാമുണ്ട്. ഗേറ്റ് തുറക്കാൻ വേണ്ടി പോയതാണ് അടുത്ത ഫാമിന്റെ. ഈ കാണുന്ന ഇവരുടെ പഴയ ഒരു പശുത്തൊഴുത്തൊക്കെ ആയിരുന്നു, പശുക്കളുണ്ടായിരുന്നു. പശു മീൻസ് കൗ. പശു. Pashu. Yeah, you know. Say param. 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 Yeah. This is what is Banana. Param. 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 Mara. Maga. Mara. Maga. It's okay. Like poquito. I'm going to. Say മഴയിലൊരു പുഴ, പുഴയിലൊരു മഴ. Malele paga. Ale lupaga. Good. ഇവിടെ നമുക്ക് കുതിരയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ഫാം ഹൗസ് പോലെയാണ്, നൈസ് കേട്ടോ. അവിടെ ഇവരുടെ റൂം, വീട്, ഒരു ഫാം ഹൗസ് പോലെയാണ് ഇതിൻ്റെ അകത്ത്. വാട്ട് ഫാമിംഗ് യു ഹാവ് ഹിയർ? We used to have cows. Oh, okay. It's like a livestock. Little babies. Okay, now you don't have. We split the little babies with the big cows because they kill them. So now you hear there is no other plants or something. Yes. No. Oh, there We're is. going to see. What like what plant? What type? Food for the house, carrots and cilantro. ക്യാരറ്റ്, മല്ലിയില, പിന്നെ ഇതിന്റെ കുതിരയുടെ ഭക്ഷണം.
ഓക്കെ ഹലോ with this. തല ആട്ടുന്നോട്ട് ഹലോ വീറ്റ് Is ഗോതമ്പല്ലേ നോ സമാനത ഫുഡ് like food for Food. the. ഹൗസ് ഫുഡ് ഓക്കെ But I don't like to put it here. നല്ല പൊക്കമുള്ള തടിമാടൻ കുതിര. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള കാക്ടസുകൾ. പിന്നെ ഇത് നോർമൽ മറ്റേ പൊക്കമുള്ള കാക്ടസ്. നോർത്ത് ഭാഗത്ത് പോകുമ്പോഴാണ് ധാരാളം കാക്ടസ് ഒക്കെ കാണാൻ സാധിക്കുന്നത്. ഇവിടെയും ഇവരുടെ കുറേ ഇതിൻ്റെ ഇതൊക്കെയാണ് കേട്ടോ. ബട്ട് ഇവർ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല. അങ്ങോട്ട് പിന്നെ ഇവരുടെ കൃഷിയിടമാണ്. Grew up with യു കോൾ ഇറ്റ് പിത്തഹയാസ്. pitahayas. ഇതാണ് പിത്തഹയാസ്, അതായത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ആണ് കേട്ടോ. പിത്തഹയാസിന്റെ കൃഷിയാണ് എല്ലാ ജൂണിലും. ദിസ് ഫ്ലോർ സാധാരണ ഏതോ ഫ്ലവർ കൊള്ളാം കേട്ടോ ഇവരുടെ ഈ ഫാം. നൈസ്, ഐ ലൈക്ക് യു പ്ലേസ്. വെറുവേര. Aloe vera. യു കോൾ ഇറ്റ് അലോവേര ഇൻ സ്പാനിഷ്? Sí, aloe vera. അലോവേര. അലോവേര തന്നെയാണ് കേട്ടോ. നമ്മുടെ അലോവേര ചെടികൾ കാട് പോലെ കെട്ട് കണക്കിന് കിടക്കുന്നു. ഇവിടെ ഈ കാക്ടൂസ് മരങ്ങളില്ലേ, കാക്ടൂസ് മരങ്ങൾ ഇത് മുറിച്ചിട്ടുള്ള ഇത് ഇങ്ങനെയാണ് കേട്ടോ. കണ്ടില്ലേ, ഭയങ്കര കട്ടി. ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്. ബട്ട് ഇത് സോഫ്റ്റ്, ബട്ട് ഇത് തടിയാണ് കേട്ടോ. ഇത് അവർ ഫർണിച്ചർ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കും. ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ, മുറിച്ചിട്ട് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി. Where is that? ഈ കാണുന്ന കാക്ടൂസിൽ The petals. We eat. you eat? Yeah. When it's bigger, you cut it and then you eat it and mix it with salsa. ഓ, It's really good. ഈ കാണുന്നതാണ് കേട്ടോ. ഇത് വലുതാകുമ്പോൾ ഇവർ അത് കഴിക്കാൻ ഉപയോഗിക്കും. Bigger like this one. ദാ മുകളിലോട്ട് വലുതായിട്ടുള്ളത് കാണാൻ സാധിക്കും. ഇത് ഇവർ സാൽസ എന്ന് പറയുമ്പോൾ എരിവ് സോസ് അതൊക്കെ ഇട്ടിട്ട് കഴിക്കും കേട്ടോ. പലതരത്തിലുള്ള കാക്ടസ്. ഇവിടെയും പറഞ്ഞിട്ട് കേൾക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. പുള്ളിക്കാരൻ മോളിൽ കയറി എന്നിട്ട് കഴിവാണ്. പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു വേണ്ടാന്ന്. നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. കണ്ടില്ലേ?